പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം ഇന്ത്യ തകർത്തതായി ഒരു വാർത്ത വരുന്നുണ്ട്. സംഘർഷങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. എന്തെങ്കിലും വസ്തുതയുണ്ടോ? വസ്തുതയുണ്ടോ എന്ന് നമുക്ക് പറയാം. അതിനു മുമ്പ് ഇതെങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറയാം. അതായത് ഈ ലോകത്തെമ്പാടുമുള്ള വിമാനങ്ങൾ പറക്കുന്നത്, എങ്ങോട്ടൊക്കെ ഏതൊക്കെ വിമാനങ്ങൾ പറക്കുന്നുവെന്ന് നമുക്കറിയാൻ കഴിയും. ഫ്ലൈറ്റ് റഡാർ 24 എന്ന് പറഞ്ഞ് ഒരു സംവിധാനമുണ്ട്. അതിൽ നോക്കിയാൽ ഏത് രാജ്യത്തെ ഏത് എയർപോർട്ടിൽ നിന്നുള്ള വിമാനവും എവിടേക്ക് പോകുന്നുവെന്ന് വിമാനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ സത്യത്തിൽ ഈ വാർത്ത പുറത്തുവിട്ടത് സോഷ്യൽ മീഡിയയിലെ നിരീക്ഷകന്മാരാണ്. അവർ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു നിരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ഒരു വിമാനം, അമേരിക്കയുടെ വിമാനമാണ്, N111 HEX കോഡ്, ഓരോ വിമാനത്തിനും ഓരോ കോഡുണ്ട്, S03192 എന്ന് പറഞ്ഞൊരു വിമാനം പറക്കുന്നുണ്ട്. ആ വിമാനത്തിൻ്റെ നമ്പർ SSHAH 75 എന്നാണ്. ആ വിമാനം കണ്ടപ്പോൾ ഈ വിമാനം അസാധാരണമായ ഒരു വിമാനം, സാധാരണ പറക്കുന്ന വിമാനങ്ങളുടെ തരത്തിലുള്ള വിമാനമല്ല. ആ വിമാനത്തിനെ അവർ ഡീകോഡ് ചെയ്തപ്പോൾ അമേരിക്കൻ വിമാനമാണ്. അമേരിക്കൻ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന വിമാനം. അതായത് ന്യൂക്ലിയർ ഓഡിറ്റ് നടത്താൻ, ആണവ വികിരണം സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പെക്ഷൻ വിമാനമാണ്. ഈ വിമാനം പറക്കുന്നത് പാകിസ്ഥാനിലെ നൂർഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ മിലിറ്ററി ബേസിന് മുകളിൽ കൂടെയാണ്. അതോടുകൂടിയാണ് ഒരു വാർത്ത. എന്തിനാണ് ആണവ, ഇപ്പം നമുക്കറിയാം ചെർണോബിലിൽ ആണവ വികിരണ ചോർച്ചയുണ്ടായി എന്ന് പറയുന്നത് പോലെ ലോകത്തെവിടെയെങ്കിലും ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടായാൽ അത് പരിശോധിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അമേരിക്കൻ ആണവോർജ ഏജൻസിയും രംഗത്തെത്താറുണ്ട്. വെറുതെ അല്ല, അവരെ വിളിക്കും. കാരണം അമേരിക്കയിലാണ് ഏറ്റവും ആധുനികമായ ടെക്നോളജി, റേഡിയേഷൻ വികിരണങ്ങളുടെ തോതൊക്കെ പരിശോധിക്കാനുള്ള ടെക്നോളജി ഉള്ളത്. അങ്ങനെ അമേരിക്കയുടെ ഈ പർട്ടിക്കുലർ വിമാനം സർഗോദ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ മലനിരകൾ, അവിടെ കിരാന ഹിൽസ് ഉണ്ട്, കിരാന ഹിൽസിൻ്റെ മുകളിലൂടെ പറന്നു പോകുന്നതായിട്ടാണ് കണ്ടത്. അതോടെ സംശയം വന്നു, പാകിസ്ഥാനിലെ കിരാന ഹിൽസിന് സമീപം എവിടെയോ വലിയ തോതിൽ ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കാൻ അമേരിക്കയുടെ വിമാനം വന്നു എന്ന തരത്തിലാണ് ആദ്യമേ ഇത് വാർത്തകൾ പുറത്തു വരുന്നത്. അതിനുശേഷം പിന്നീടുള്ള അന്വേഷണം നടക്കുമ്പോഴാണ് സർഗോദയിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപിച്ചിരുന്നു 2 ദിവസം മുമ്പ്. ബ്രഹ്മോസ് മിസൈൽ സർഗോദയിലെ കിരാന മലനിരകളിലാണ് ഇന്ത്യ അയച്ചതെന്നുള്ള സ്ഥിരീകരണം ഏതാണ്ട് വന്നു കഴിഞ്ഞു. ഇന്ത്യ ബ്രഹ്മോസ് ഏതെല്ലാം സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു എന്നതിൻ്റെ കണക്കിപ്പോൾ ഉണ്ട്, സ്ഥലങ്ങളുടെ പട്ടികയുണ്ട്. അപ്പോൾ സർഗോദയിലെ കിരാന മലനിരകളിൽ ഈ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആ മേഖലയിലാണ് അമേരിക്കൻ ന്യൂക്ലിയർ ഓഡിറ്റ് വിമാനം പറക്കുന്നത്. 3 ദിവസം മുമ്പ് ഈ പറയുന്ന കിരാന ഹിൽസിൻ്റെ ഭാഗമായ ചഗായ് ഹിൽസിൽ 5.7 റിക്ടർ സ്കെയിലിൽ മാർക്ക് ചെയ്ത ഒരു ഭൂകമ്പം ഉണ്ടായി. അതിന് തൊട്ടടുത്ത് ഒരേ ദിവസം തന്നെ ആ ഭൂകമ്പം ഉണ്ടായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ 4.4 റിക്ടർ സ്കെയിലിൽ മാർക്ക് ചെയ്ത മറ്റൊരു ഭൂകമ്പം കൂടി ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ കിരാന ഹിൽസിൻ്റെ ഭാഗമായുള്ള ചഗായ് ഹിൽസിൽ 2 ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന് 5.7, ഒന്ന് 4.4. ഒരേ സ്ഥലത്ത് തുടർച്ചയായി 2 തവണ ഭൂകമ്പം ഉണ്ടാകുന്നത് അസാധാരണമാണ്. അതേ സ്ഥലത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു, അണുവികരണം ഉണ്ടായി, ചോർച്ച ഉണ്ടായി എന്ന് അമേരിക്കൻ എയർക്രാഫ്റ്റ് പരിശോധന നടത്തുന്നു. അതേ സ്ഥലത്ത് 3 ദിവസം മുമ്പ് ഇന്ത്യയുടെ ബ്രഹ്മോസ് ഹിറ്റ് ചെയ്തു. എന്താ കൂട്ടി വായിക്കേണ്ടത്? ഇന്ത്യയുടെ ബ്രഹ്മോസ് അവിടെ ഹിറ്റ് ചെയ്തപ്പോൾ ഏതോ സ്ഥലത്ത്, കിരാന ഹിൽസിലെ ഒരു സ്ഥലത്ത് ബ്രഹ്മോസ് മിസൈൽ വന്ന് പതിച്ചപ്പോൾ അവിടെ ആണവ ചോർച്ച ഉണ്ടായി, അല്ലേ? ആണവ ചോർച്ച ഉണ്ടായതിന് കാരണമായത് ഏതോ സ്ഫോടനമാണ്. ആ സ്ഫോടനം എന്ന് പറയുന്നത് ഭൂകമ്പം പോലെ 2 തവണ 2 പൊട്ടിത്തെറികൾ ഉണ്ടായി, 2ഉം ഭൂകമ്പം പോലെ റിക്ടർ സ്കെയിലും രേഖപ്പെടുത്തി. അതേ തുടർന്ന് അമേരിക്ക അവിടുത്തെ അണുവികരണം പരിശോധിക്കാൻ ന്യൂക്ലിയർ ഓഡിറ്റ് എയർക്രാഫ്റ്റ് അയച്ചു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്ത് പറ്റും? ചഗായ് ഹിൽസിൽ, കിരാന ഹിൽസിലുണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ ഒരു ആണവ സംഭരണ കേന്ദ്രം തകർന്നിരിക്കുന്നു. ഇതാണ് നിരീക്ഷണം. ഇനിയിപ്പോൾ മറ്റൊന്ന് നോക്കാം, എങ്ങനെ വരും അമേരിക്കയുടെ ന്യൂക്ലിയർ ഓഡിറ്റ് എയർക്രാഫ്റ്റ്? ന്യൂക്ലിയർ ഓഡിറ്റ് എയർക്രാഫ്റ്റ് വരണമെങ്കിൽ ആണവ വികിരണ ചോർച്ച ഉണ്ടാവണം. ആണവ വികിരണ ചോർച്ച ഉണ്ടായി എന്ന് അമേരിക്ക അറിയണം. അമേരിക്ക അറിഞ്ഞാൽ മാത്രം പോരാ, അമേരിക്കയോട് പറയണം.
ഇത് വന്ന് പരിശോധിക്കണമെന്ന് പറയണം. പാകിസ്ഥാനിൽ ഇതിനുള്ള മെക്കാനിസം ഇല്ല. അങ്ങനെ പാകിസ്ഥാൻ ഒഫീഷ്യലി അമേരിക്കയോട് ആവശ്യപ്പെട്ടു, ഇവിടെ അണുവികിരണ ചോർച്ച ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് പരിശോധിക്കാൻ വരണം എന്ന് പറഞ്ഞാലേ HAH 75 കാറ്റഗറിയിലുള്ള ഒരു ന്യൂക്ലിയർ ഓഡിറ്റ് എയർക്രാഫ്റ്റ് അവിടെ വരത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് 3 ദിവസം മുമ്പാണ്. 3 ദിവസം മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗം ചേരുന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു. ഓർക്കുന്നില്ലേ പ്രിയ? സെയിം ഡേ ആണ് സർഗോദ എന്ന് പറയുന്ന മേഖലയിലേക്ക് ബ്രഹ്മോസ് വന്നടിച്ചത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യണം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം ചേരുന്നു എന്ന വാർത്ത പുറത്തു വന്ന് വിതിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സ് ഇന്ത്യയുടെ ബ്രഹ്മോസ് സർഗോദയിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. കിരാന ഹിൽസിൽ ഇവരുടെ ന്യൂക്ലിയർ കേന്ദ്രമുണ്ടായിരുന്നു, അത് തകർക്കപ്പെടുന്നു, അതിൽ നിന്ന് അണുവികിരണം ഉണ്ടാവുന്നു, അതിൻ്റെ ചോർച്ച ഉണ്ടാവുന്നു, അത് പരിശോധിക്കാൻ അമേരിക്ക വരേണ്ടി വരുന്നു എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്ന, ലോകത്തിലെ എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ കാര്യങ്ങൾ. പാകിസ്ഥാൻ ഒന്നും പറയുന്നില്ല, ഇന്ത്യ ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയെ പറയാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി എന്തായിരിക്കും കിരാന ഹിൽസിലുള്ള ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് പൈൽസ് എന്ന് പറയും. സ്റ്റോക്ക് പൈൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്, ആണവായുധങ്ങളുടെ സ്റ്റോക്ക് നിർത്താൽ മതി, അതിൻ്റെ ടെക്നിക്കലി ഒന്നും പോകണ്ട. ആണവായുധങ്ങളുടെ സൂക്ഷിക്കുന്നത്, ഇത് സൂക്ഷിക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ അല്ലെങ്കിൽ മലകൾക്കുള്ളിൽ ഒക്കെയാണ് സൂക്ഷിക്കുക. മലകൾ തുറന്നൊക്കെ. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇറാനെക്കുറിച്ച് പറയുമ്പോൾ ഇറാൻ്റെയൊക്കെ ഫർദോ എന്നൊക്കെ പറയുന്ന, നദാസ് ഫർഗോ എന്നൊക്കെ പറയുന്ന ഒരു മല തുറന്ന് അകത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്, ഇസ്രയേൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ലോകത്തെ കാരണം ഏതെങ്കിലും കാരണവശാൽ ആണവായുധങ്ങളുടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ പരമാവധി ആഘാതം കുറഞ്ഞിരിക്കണം, അണുവികിരണം പുറത്തേക്ക് വ്യാപകമായി ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഭൂമിക്കടിയിൽ മലകൾക്കുള്ളിലാണ് ലോകത്തെല്ലാ രാജ്യങ്ങളും സൂക്ഷിച്ചു വെച്ചാൽ, അല്ലാതെ ജനവാസ കേന്ദ്രങ്ങളിലൊന്നും കൊണ്ട് ഒരു ഗോഡൗൺ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ മത്തി അടുക്കിയിടുന്ന പോലെ അടുക്കിയിടുന്ന സാധനമൊന്നുമല്ല ആണവായുധങ്ങൾ. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചിരുന്നു. അത് പൊട്ടിത്തെറിച്ചത് എങ്ങനെയെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. ബ്രഹ്മോസ് അവിടെ വന്ന് നിന്നിട്ടുണ്ട്. ബ്രഹ്മോസ് വീണ് തകർന്നതാണോ എന്നുള്ളത് ഇതിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തത്, അപ്പോൾ സ്റ്റോക്ക് പൈൽ എവിടെ ഇരിക്കുന്നു? പാകിസ്ഥാൻ്റെ മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗം ചേർന്ന് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കണം എന്ന് തീരുമാനിച്ചാൽ പോലും ബട്ടൺ ഇട്ടാലൊന്നും ആണവായുധം പോകത്തില്ല. കാരണം ഇത് ആണവ പോർമുന എടുത്ത് മിസൈലുകളിൽ ഘടിപ്പിക്കണം. ഇതിന് ഏതാനും മണിക്കൂറുകൾ ആവശ്യമുണ്ട്. അത് അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ്, വളരെ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. സ്റ്റോക്ക് പൈലെടുത്ത് വാർ ഹെഡുകളിൽ ഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ട് അവിടെ സ്ഫോടനം ഉണ്ടാകും. ഒന്ന്, ഈ സ്റ്റോക്ക് പൈലെടുത്ത് ഈ പറഞ്ഞ പോലെ വാർ ഹെഡുകളിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് സാങ്കേതിക പിഴവ് കൊണ്ട് സ്ഫോടനം ഉണ്ടാവാം. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്നതാണ്. അതിന് ഏറ്റവും കേപ്പബിളായിട്ടുള്ള ടെക്നീഷ്യൻസ്, ശാസ്ത്രജ്ഞന്മാരൊക്കെ നിന്നിട്ടാണ് ആണവ പോർമുന ഘടിപ്പിക്കുന്ന ജോലി ചെയ്യുക. അപ്പം അതുകൊണ്ട് അതിനുള്ള സാധ്യതയുണ്ട്, എന്നാൽ കുറവാണ്. രണ്ടാമത്തത്, സ്റ്റോക്ക് പൈലുള്ള സ്ഥലം ശത്രു കണ്ടെത്തി സ്റ്റോക്ക് പൈൽ വാർഹെഡിൽ ഘടിപ്പിക്കുന്നതിന് മുമ്പ് അതിനെ ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം ചേർന്ന് ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കണമോ എന്ന കാര്യം തീരുമാനിക്കാൻ വേണ്ടി കൂടുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അവരുടെ ശത്രു, ആരാണ് ആ ശത്രു? ഇന്ത്യ. ആ സ്റ്റോക്ക് പൈൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഹിറ്റ് ചെയ്തു. ആദ്യത്തെ സാധ്യത വിരളമാണെങ്കിൽ രണ്ടാമത്തേന് സാധ്യത കൂടുതലാണ്. കാരണം ഈ മേഖലയാകെ ഉൾപ്പെടുന്ന സർഗോദയിൽ ഇന്ത്യ ബ്രഹ്മോസ് കൊണ്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഇനി നേരത്തെ എന്തുകൊണ്ട് അങ്ങനെയുണ്ട് ഇന്ത്യക്ക് പറഞ്ഞുകൂടെ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രം ഞങ്ങൾ തകർത്തു എന്നുള്ളത്? ഇന്ത്യ പറയില്ല. കാരണം ഇൻ്റർനാഷണൽ കൺവെൻഷനുണ്ട്, മറ്റ് രാജ്യങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്ന്. ഇപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിക്കുന്നുണ്ട്, അമേരിക്ക പറയുന്നുണ്ട് ആക്രമിക്കും എന്ന് പറയുന്നുണ്ട്. ആക്രമിക്കട എന്ന് ഇസ്രയേലിനോട് ട്രംപ് ഇലക്ഷൻ മുമ്പ് പറഞ്ഞിരുന്നു. അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ നിയമലംഘനമാണ്, നിയമവിരുദ്ധമാണ്. കാരണം ഒരു ആണവ കേന്ദ്രം തകർത്താൽ വലിയ സ്ഫോടനം ഉണ്ടാവും, വലിയ റേഡിയേഷൻ ഉണ്ടാവും, ഒരുപാട് പേരെ ഒരുപാട് കാലത്തോളം ബാധിക്കുന്ന ദുരന്തമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആരും പരസ്യമായി പറയാത്തത്. എന്നാൽ നമുക്കറിയാം, ഇറാനിൽ ഇസ്രയേൽ നടത്തിയ തിരിച്ചടിയുടെ ഭാഗമായി പ്രാച്ചിൻ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന അവരുടെ ആണവ കേന്ദ്രം തകർത്തു കളഞ്ഞു. ഈ കഴിഞ്ഞ വാരം ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ ഇസ്രയേൽ പറഞ്ഞില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളെല്ലാം തകർത്തു എന്ന് മാത്രമാണ് ഇസ്രയേൽ പറഞ്ഞത്.
ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ എല്ലാം സംബന്ധിച്ചു. അപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഇനി മറ്റൊന്നുണ്ട്. ഇനി ഈ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ മലകൾക്കുള്ളിലാണെങ്കിൽ അത് തകർക്കാൻ വളരെ ഡീപ്പ് പെനിട്രേറ്റിംഗ് വെപ്പൺ ഉപയോഗിക്കണം. വളരെ ആഴത്തിൽ പോയി, ഒരുപാട് ആഴത്തിലായിരിക്കും, അങ്ങനെ തകർക്കാൻ ശേഷിയുള്ള മിസൈൽ ഉപയോഗിക്കണം. അത്തരം മിസൈലാണ് ഇന്ത്യയുടെ പക്കലുള്ള ബ്രഹ്മോസ്. അത് സുഖോയിൽ നിന്നാണ് വിടുന്നത്. സുഖോയ് Su-30 MKI-യിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. നമ്മുടെ സുഖോയ് വിമാനങ്ങളിൽ നമ്മുടെ ബ്രഹ്മോസ് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഉത്തരം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോവുക? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ അമേരിക്കൻ ആണവോർജ ഏജൻസി ന്യൂക്ലിയർ ഓഡിറ്റ് ടീം ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട്. അവരിത് പരിശോധിച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് തകർന്ന് മണ്ണിനടി കിടക്കുകയാണ്. അത് ഇനി ഈ സ്റ്റോക്ക് പൈൽസ് പൊട്ടാതെ ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. അപ്പോൾ ഇത് മണ്ണൊക്കെ മാറ്റി കല്ലൊക്കെ മാറ്റി എടുക്കുമ്പോൾ വലിയ തോതിൽ റേഡിയേഷൻ ഉണ്ടാവാം. അതുകൊണ്ട് അത് വീണ്ടെടുക്കൽ ഒരു പക്ഷേ അത്ര എളുപ്പമല്ല. ഇനി വീണ്ടെടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്നറിയോ? അതാണ് പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. പാകിസ്ഥാൻ ഒരുപക്ഷെ പറയാൻ പോകുന്നത്, ഇത് വീണ്ടെടുക്കേണ്ട, അവിടെ കിടന്നോട്ടെ, റേഡിയേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹിച്ചോളാം, ഞങ്ങളുടെ ജനങ്ങളുടെ ജീവൻ ഇത്രയൊക്കെ വരെയുള്ളൂ, അവരൊക്കെ വേണം ചത്തോട്ടെ എന്ന നിലപാട് പാകിസ്ഥാൻ എടുക്കേണ്ടി വരും. എന്താണെന്നറിയോ? ഇത് ഏതെങ്കിലും തരത്തിൽ അണേർത്ത് ചെയ്തിട്ട് ഈ സ്റ്റോക്ക് ഫയൽസ് റിക്കവർ ചെയ്താൽ വെസ്റ്റേൺ ഏജൻസികൾ, അമേരിക്ക ഉൾപ്പെടെ പറയുന്നത്, സ്വന്തം ആണവായുധം സൂക്ഷിക്കാൻ ശേഷിയില്ലാത്തവരാണ് നീ, അതുകൊണ്ട് നീ ഇത് കൈവെക്കണ്ട, ഞങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ഫലത്തിൽ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആം പാകിസ്ഥാന് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നെങ്കിൽ അത് വീണ്ടെടുക്കാൻ കഴിയാതെ അവിടെ കിടക്കും. ഈ ചെർണോബിൽ പോലെ ഇങ്ങനെ റേഡിയേഷൻ ഉണ്ടായി അത് അവിടെ കിടക്കും. അതിനെ മറ്റ് രാജ്യങ്ങളിൽ എത്രത്തോളം അനുവദിക്കും എന്നുള്ളത് നോക്കണം. രണ്ടാമത്, പാകിസ്ഥാൻ അനുവദിക്കുമോ ഇത് അണേർത്ത് ചെയ്ത് ഇത് കുഴിമാന്തി എടുത്ത് ഈ സ്റ്റോക്ക് പൈൽസ് റിക്കവർ ചെയ്യാൻ പാകിസ്ഥാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മോഡമുണ്ട്, സ്വന്തം ലോകത്ത് എന്തുകൊണ്ടാണ് ഇറാൻ്റെ പക്കൽ അണവായുധം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് അമേരിക്ക ശടിക്കുന്നത്, ഇസ്രായേൽ ശടിക്കുന്നത്? കാരണം ഇറാൻ്റെ പക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായാൽ അത് ലോകത്തിലെ ഇസ്ലാമിക് ടെററിസ്റ്റുകളുടെ എത്തും. കാരണം അവർക്ക് സൂക്ഷിക്കാനുള്ള ശേഷിയില്ല, ഒന്നത്. രണ്ടാമത്, ഇറാനും ഒരു തെമ്മാടി രാജ്യമാണ്. ഇപ്പോൾ നോക്കൂ, ആ തെമ്മാടി രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് പാകിസ്ഥാൻ കയറി നിൽക്കാൻ പോവുക. കാരണം പാകിസ്ഥാൻ ഔദ്യോഗികമായി ഒരു മണ്ടത്തരം കാണിച്ചു. ഞങ്ങൾ ഇന്ത്യക്കെതിരെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കണമോ എന്ന് ആലോചിക്കാൻ വേണ്ടി ഞങ്ങളുടെ സുരക്ഷാ സമിതി തീരുമാനിക്കുന്നു എന്ന് പാകിസ്ഥാൻ പരസ്യമായി അനൗൺസ് ചെയ്തു. അപ്പോൾ ലോകത്ത് ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും ശേഷം ഏതെങ്കിലും രാജ്യം ന്യൂക്ലിയർ വെപ്പൺ, പുട്ടിനൊക്കെ പറയുന്നുണ്ട് ഞാൻ ഉക്രൈനിൽ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് പ്രയോഗിക്കാൻ വേണ്ടി ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡി കൂടിയത് പാകിസ്ഥാൻ മാത്രമാണ്. അപ്പോൾ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രത്തിൻ്റെ പട്ടികയിലേക്ക് വന്നു. അങ്ങനെ ഒരു തെമ്മാടി രാഷ്ട്രത്തിൻ്റെ പട്ടികയിൽ ഈ സ്റ്റോക്ക് പൈൽസ് വീണ്ടും നിൽക്കണമോ എന്ന് അമേരിക്ക അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് ആലോചിച്ചാൽ പാകിസ്ഥാന് ആണവായുധം ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ എല്ലാം കൊണ്ടും പാകിസ്ഥാൻ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. എനിക്ക് തോന്നുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്നതാണ്. പക്ഷേ ഇന്ത്യ ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പോകുന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ ജേതാവായി. പക്ഷേ ഒഫീഷ്യലി നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പരിമിതിയുണ്ട്. ഞങ്ങളുടെ ന്യൂക്ലിയർ സെൻറ്ററിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറയാൻ ഇന്ത്യക്ക് പരിമിതിയുണ്ട്. പക്ഷേ വസ്തുതകൾ, അമേരിക്കയുടെ ന്യൂക്ലിയർ ഓഡിറ്റ് എയർക്രാഫ്റ്റ് അവിടെ പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസിന് സമീപത്ത് കറങ്ങി പറന്ന് അവിടുത്തെ ടെക്നീഷ്യന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും പാകിസ്ഥാനിൽ ഇറക്കിയിരിക്കുന്നു എന്നതിൽ നിന്ന് പറയാതെ തന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ, ഇന്ത്യയോട് എല്ലാവരും പറയുന്നത് പാകിസ്ഥാനിലും അണവായുധം ഉണ്ട്, ഒരു അണവായുധ രാജ്യത്തോട് യുദ്ധം ചെയ്താൽ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നവർ ഇവിടെയുണ്ട്. അവർക്കൂടെയുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഭാരത സർക്കാർ പാകിസ്ഥാൻ്റെ ആണവായുധ കേന്ദ്രത്തെ തകർത്തിരിക്കുന്നു. അതുമാത്രം ഈ പറയുന്ന കിരാന ഹിൽസിൽ മാത്രമാണോ ഉള്ളതെന്നറിയില്ല. പക്ഷേ അവിടെ ഉള്ളതിൻ്റെ പണി തീർന്നിരിക്കുന്നു. ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ഇന്ത്യ സർക്കാർ ഔദ്യോഗികമായി ഇതൊരിക്കലും സ്ഥിരീകരിക്കാൻ പോകുന്നില്ല, പാകിസ്ഥാനും പറയാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ സ്വതന്ത്ര ഏജൻസികൾ നടത്തുന്ന ഈ അന്വേഷണങ്ങളുടെയും ഫ്ലൈറ്റ് റഡാർ 24-ലെ ഇമേജിൽ നിന്നുമുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ഓരോ മണിക്കൂർ ഇടപെട്ട് 2 സ്ഫോടനങ്ങൾ ചഗായ് ഹിൽസിലുണ്ടായത് ഭൂമി കുലുക്കമല്ലായിരുന്നു,
ഈ കിരാന ഹിൽസിലെ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളിലുണ്ടായ സ്ഫോടനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.